ഹലോ നമസ്കാരം. PSC ഓൺലൈൻ ക്രാക്കറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർക്കാർ ഇതര സ്ഥാപനങ്ങളുടെ ആപ്തവാക്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് അഹോരാത്രം ജാഗ്രതൈ എന്നത് കരസേനയുടെ ആപ്തവാക്യമാണ്. എന്താണ്? അഹോരാത്രം ജാഗ്രതൈ എന്നത് കരസേനയുടെ ആപ്തവാക്യമാണ്. അടുത്തത് ഷാനോ വരുണ എന്നത് നാവികസേനയുടെ ആപ്തവാക്യമാണ്. ഷാനോ വരുണ എന്നത് നാവികസേനയുടെ ആപ്തവാക്യമാണ്. അടുത്തത് നഭസ്പർശം ദീപ്തം. എന്താണ്? നഭസ്പർശം ദീപ്തം എന്നത് വ്യോമസേനയുടെ ആപ്തവാക്യമാണ്. വ്യോമസേനയുടെ ആപ്തവാക്യമാണ് നഭസ്പർശം ദീപ്തം. അടുത്തത് സത്യം ശിവം സുന്ദരം എന്നത് ദൂരദർശൻ്റെ ആപ്തവാക്യമാണ്. ദൂരദർശൻ്റെ ആപ്തവാക്യമാണ് സത്യം ശിവം സുന്ദരം. അടുത്തത് ബഹുജനഹിതായ ബഹുജന സുഖായ എന്നത് ആകാശവാണിയുടെ ആപ്തവാക്യമാണ്. ആകാശവാണിയുടെ ആപ്തവാക്യമാണ് ബഹുജനഹിതായ ബഹുജന സുഖായ. അടുത്തത് യഥോധർമ്മ സ്തതോ ജയ എന്നത് സുപ്രീം കോടതിയുടെ ആപ്തവാക്യമാണ്. എന്താണ്? സുപ്രീം കോടതിയുടെ ആപ്തവാക്യമാണ് യഥോധർമ്മ സ്തതോ ജയ. അടുത്തത് ജ്ഞാൻ വിജ്ഞാൻ വിമുക്തി എന്നത് UGCയുടെ ആപ്തവാക്യമാണ്. UGCയുടെ ആപ്തവാക്യമാണ് ജ്ഞാൻ വിജ്ഞാൻ വിമുക്തി. അടുത്തത് രാഷ്ട്രത്തിൻ്റെ ജീവരേഖ എന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യമാണ്. എന്താണ്? ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യമാണ് രാഷ്ട്രത്തിൻ്റെ ജീവരേഖ. അപ്പം നമുക്ക് ഈ പറഞ്ഞ ആപ്തവാക്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. അഹോരാത്രം ജാഗ്രതൈ കരസേനയുടെ ആപ്തവാക്യമാണ്. ഷാനോ വരുണ എന്നത് നാവികസേനയുടെ ആപ്തവാക്യമാണ്. നഭസ്പർശം ദീപ്തം എന്നത് വ്യോമസേനയുടെ ആപ്തവാക്യമാണ്. സത്യം ശിവം സുന്ദരം എന്നത് ദൂരദർശൻ്റെ ആപ്തവാക്യമാണ്. ബഹുജനഹിതായ ബഹുജന സുഖായ എന്നത് ആകാശവാണിയുടെ ആപ്തവാക്യമാണ്. യഥോധർമ്മ സ്തതോ ജയ എന്നത് സുപ്രീം കോടതിയുടെ ആപ്തവാക്യമാണ്. ജ്ഞാൻ വിജ്ഞാൻ വിമുക്തി എന്നത് UGCയുടെ ആപ്തവാക്യമാണ്. രാഷ്ട്രത്തിൻ്റെ ജീവരേഖ എന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യമാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.